എന്താ ഉത്തരം പറയണം? എന്താ പ്രശ്നം? എന്താ കണ്ണുകൊട്ടാണോ? കണ്ടിട്ട് മനസ്സിലാവുന്നില്ലേ? താനാ ഇതിനെ ഇവിടെ കൊണ്ടുവിട്ടത്. തമ്പുരാട്ടി ഞാൻ നിൽക്കല്ലേ, അങ്ങോട്ട് ചോദിക്കും. പേര് എന്റെ വൃത്തി അതും ഇതൊക്കെ പറയുന്നുണ്ട്. ഗൈസ്, എനിക്ക് ഇത്ര വൃത്തിയേ ഉള്ളൂ. നിനക്ക് കുറച്ച് ഉളുപ്പ് വേണ്ട പെണ്ണെ. എനിക്ക് യാതൊരു ഉളുപ്പില്ല. എന്റെ ഒരു കാലിന്റെ നഖം കഴിക്കുന്ന ഒരു സീൻ ഞാനിങ്ങനെ എന്താ ഉണ്ടായത്? നഖം അല്ല, ഞാൻ എന്റെ കാലിന്റെ തൊലിയാണ് കടിക്കുന്നത്. നിങ്ങൾ ഒരു ഉരുണ്ട് കളിക്കരുത്. എനിക്കറിയാം അവരങ്ങനെ പറയില്ലെന്ന്. താൻ അവർ പറഞ്ഞു കൂടി ചോദിക്കണം. എന്താ പറഞ്ഞേ? ഞാൻ എന്റെ കാലിന്റെ തൊലിയാണ് കടിക്കുന്നത്. എന്തുകൊണ്ടാണ് തൊലി കടിക്കുന്നത്? ഇതൊന്നും വെളുപ്പിക്കലല്ല കേട്ടോ. ഇതൊക്കെ നിങ്ങൾ വൃത്തിയില്ലെന്ന് പറഞ്ഞാൽ ഒരു പരാതി ഇല്ല എനിക്ക്. തനിക്ക് വേറൊരു പണി എന്തിനു വേണമെങ്കിലും പറയാം, പക്ഷെ എന്റെ സങ്കടം കൊണ്ട് ഞാൻ പറഞ്ഞു പോണതാണ്. നിർമ്മലേ, കുഴപ്പാവൂ. ഇപ്പൊ നിങ്ങളെ ഒരിടത്ത് കൊണ്ടിടുക, നിങ്ങൾക്ക് ദാഹിച്ച് തൊണ്ട പൊട്ടി നിങ്ങൾക്ക് വെള്ളം കുടിക്കാൻ മുട്ടി ദാഹിക്കുവാണേ. നിങ്ങളുടെ അടുത്ത് കുറച്ച് ചെളിവെള്ളമോ കിടക്കുന്നത്, നിങ്ങൾ എത്ര നേരം ആ ചെളിവെള്ളം നോക്കിയിരിക്കും? ഒരു സമയം കഴിഞ്ഞ് നിങ്ങൾക്ക് ദാഹിച്ച് തൊണ്ട പൊട്ടി നിങ്ങൾ ചാവാറാകുമ്പോൾ നിങ്ങൾ ആ ചെളിവെള്ളം കുടിക്കും. കുടിക്കൂലേ? ഞാൻ കുടിക്കും കേട്ടാ. എന്റെ കാര്യം എനിക്കറിയത്തുള്ളൂ, ഞാൻ കുടിക്കും. കാരണം ഞാൻ മരിക്കാൻ കിടക്കുമ്പോ വെള്ളം കിട്ടാതെ ചാവുന്നതിലും വൃത്തിയിൽ ചെളിവെള്ളം കുടിക്കുന്നത്. എന്റെ കാലിന്റെ പാത പൊട്ടി വിണ്ട് കീറി എന്റെ അകത്ത് വിണ്ട് കീറി പഴുത്ത് അങ്ങനെയൊക്കെ കുറെ പ്രശ്നങ്ങളുണ്ടായിരുന്നു. അപ്പൊ എനിക്ക് അവിടെ സ്ക്രബിങ് ഇത് ചെയ്യാനൊക്കെ ചോദിച്ചിട്ട് അവർ സാധനം തരുന്നുണ്ട്. കുറെ ഒരു ലാലേട്ടൻ വന്ന എപ്പിസോഡിലാണ് ഒരെണ്ണം വന്നത്. അത് വേറൊരു കണ്ടസ്റ്റന്റ് വേറൊരു ആവശ്യത്തിന് എടുത്തുകൊണ്ട് പോയിട്ട് അത് പോയി. അപ്പൊ എന്റെ കയ്യിൽ സാധനങ്ങളൊന്നും ഇല്ലായിരുന്നേ. അപ്പൊ ഞാൻ നെയിൽ കട്ടർ അങ്ങനൊന്നും അവിടെ കിട്ടുന്നൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പൊ എനിക്ക് ഈ കാലിന്റെ ഇതിൽ ഇങ്ങനെ നടക്കുമ്പോഴൊക്കെ ഒരതി വേനയായപ്പം നഖം വെച്ച് പുഴുത് കളഞ്ഞൊരു പരിധി ഉണ്ട്. വരവും പോക്കും ഒക്കെ കണ്ടപ്പോ ഞാൻ വിചാരിച്ചതോ കൊമ്പത്തെ ആയിരിക്കും. ലാസ്റ്റ് എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തൊന്നും, ഞാൻ അത് കടിച്ചങ്ങ് കളഞ്ഞു. നീളത്തിലൊരു ചോരിലെടുത്ത് നന്നായി പഴുപ്പിച്ച് നല്ല കാന്താരി മുളക് ഇങ്ങനെ തിരുമി അതിൽ പിടിപ്പിച്ചിട്ട് ഈ പാന്റ് ഇങ്ങനെ ഒരു ചന്തിക്കടിക്കുക. ഇനി ബുദ്ധി.